കൺഫ്യൂഷനായി. നിങ്ങളെ വീഡിയോ കണ്ടല്ലോ ആദ്യം നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. നിങ്ങളാണ് ഇതിലെ ജഡ്ജ്മെന്റ്. കാരണം ഹലോ, വെൽക്കം ടു അവർ ചാനൽ ആനിഗിൽ. അപ്പോ ഇന്ന് ഞങ്ങളൊരു ചലഞ്ച് ആയിട്ടാണ് വരുന്നത്. ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ടാസ്കില് പാർട്ടിസിപ്പൻസ് എന്ന് പറയുകയാണെങ്കിൽ അമ്മ ടാസ്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ്, ബ്ലൈൻഡ് ഇതായിട്ട് നിൽക്കാണ്. പിന്നെ അഗി, നിഖിൽ ചേട്ടൻ, ഫൈനലി ഞാൻ. ഞങ്ങൾ 4 പേരാണ് ഈ ടാസ്ക് ചെയ്യാൻ പോകുന്നത്. ടാസ്കിന്റെ പേര് പറഞ്ഞു കൊടുത്തോ. ഹൗസ് ബെറ്റർ എന്നുള്ള ടാസ്ക് ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഫ്രഷ് ആയിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചോന്നല്ല, ഓൾറെഡി നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ടാസ്ക്. അപ്പൊ ഞങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അമ്മയ്ക്കൊന്നും കാണില്ലല്ലോ, സത്യല്ലേ? അമ്മ കുറച്ചധികം നേരമായി അപ്പൊ ഒന്നും കാണുന്നില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് അമ്മയ്ക്ക് ടാസ്ക് കൊടുക്കാം. ഈ ടാസ്കുകളൊന്നും പരസ്പരം ഞങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അമ്മയ്ക്ക് കൊടുക്കേണ്ട ടാസ്ക് എനിക്ക് കിച്ചുവിന് അറിയാം. പിന്നെ അഗിക്ക് കൊടുക്കേണ്ട ടാസ്കും എനിക്ക് നിഖിൽ ചേട്ടനെ അറിയാം. അറിയില്ല, എനിക്ക് കിച്ചു തരാൻ പോകേണ്ട ടാസ്കും എനിക്കറിയില്ല. അപ്പൊ പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതിന്റെ സൈഡിലുള്ള നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്യാം. നോട്ടിഫിക്കേഷൻ വരുള്ളൂ പുതിയ വീഡിയോ. അല്ലെങ്കിൽ പിന്നെ പുതിയ വീഡിയോ നിങ്ങൾ കുറെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ അറിയുള്ളൂ. അപ്പൊ പുതിയ വീഡിയോ വന്ന് അറിയണമെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോ അധികം നീട്ടാണ്ട് നമുക്ക് നമ്മുടെ ടാസ്കിലോട്ട് പോവാം. അപ്പൊ ഫസ്റ്റത്തെ ടാസ്ക് അമ്മയ്ക്കാണ്. ഫസ്റ്റ് കണ്ടസ്റ്റന്റ് അമ്മയാണ്. അപ്പൊ അമ്മയുടെ ടാസ്ക് പറഞ്ഞേക്കില്ല ചേട്ടാ. അപ്പൊ അമ്മയുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അമ്മ സ്ഥിരം രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന ബ്രഷിങ്. അത് ഇപ്പൊ അമ്മ നിൽക്കുന്ന ഹാളിലാണ്. അപ്പൊ അമ്മ ബ്രഷ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് പേസ്റ്റ് എടുത്ത് ബ്രഷ് ചെയ്യണം. അപ്പൊ നമുക്ക് അമ്മേനെ കറക്കി വിടണ്ട, ഇങ്ങനെ ഇപ്പൊ തന്നെ കറക്കിയിട്ട് നിക്കണം അമ്മ. അതെ, ഇത് തിരിഞ്ഞോ, ഇതാണ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ അമ്മ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഓക്കെ, ലെറ്റ്സ് ഫോളോ. അമ്മയ്ക്ക് ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്തോളൂ. ശരിയാണോ? പോരെ. വേറെ വിളിക്കണ്ട പോകുന്നു. രൂപല്ലേ? ആ, പപ്പായ സൗണ്ട് ശരിയാ. നിങ്ങൾ തന്നെ വന്നണ. അമ്മ എന്തില്ല കാണില്ല. അത് ശരി. അമ്മ സാധാരണ അമ്മയുടെ ഡെയിലി റുട്ടീൻ ആണ് ചെയ്യുന്നത്. അതാ അമ്മ ടാസ്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. സംഭവം പിടിച്ചു. ഇപ്പൊ പല്ലേക്കനാ വല്ലോ രാവിലെ ചെയ്തോണ്ട് അമ്മ പേസ്റ്റ് ആയില്ലേ?
ടേസ്റ്റ് ആയിട്ട് കിടന്നു നിക്കട്ടെ ഒരു മിനിറ്റ് ഇപ്പഴേ കിട്ടിയുള്ളൂ. അമ്മയ്ക്ക് അതാ പേസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ആയി ഇനി എന്റെ വാഷ് ബേസിനോട് ഉണ്ട്. പല്ല് തയ്ക്കാണ് തേച്ചോ? നമ്മൾ ടാസ്ക് പറഞ്ഞല്ലേ. മതി മതി മതി. അമ്മയുടെ ടാസ്ക് കഴിഞ്ഞു. നമ്മുടെ അടുത്ത അഗിയാണ്. അഗിക്ക് ഞാൻ എപ്പോഴും ഒരു സിമ്പിൾ ടാസ്ക് കൊടുക്കുള്ളൂ. അഗി ഉടായ്പില്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചേട്ടാ ഒന്ന് ടെസ്റ്റ് ചെയ്തേ. ഉഡായിഫിക്കേഷൻ ഓഫ് ദ ഡേ ആണ്. അപ്പൊ നമ്മള് പരമാവധി മൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ചെയ്യാൻ പോകുന്ന ടാസ്ക്, നമ്മൾ കൊടുക്കാൻ പോകുന്ന ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ബാത്റൂമിൽ നിന്ന് ഒരു 1/2 ബക്കറ്റ് വെള്ളം കൊണ്ടുവരാം. എന്നിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ചെടികൾ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. ആ ചെടികളുടെ സെന്ററിലത്തെ ചെടി, നടുവിലത്തെ ചെടി വേണം. ഇങ്ങനെ നാവ് പോലത്തെ ചെടിയാണ്, മനസ്സിലായോ? എനിക്ക് ഒരു നാവ് പോലത്തെ ചെടി ഉണ്ട്. ഓക്കെ, 2 സൈഡിലുണ്ട്. അതില് ഓക്കെ, അവിടെയുള്ളത് തന്നെ എടുത്തോ. അവിടെയുള്ള ചെടി. അപ്പൊ ആ ചെടിയില് പോയിട്ട് നീ എന്ത് ചെയ്യണം? നടുവിലത്തെ ചെടിയില് പോയിട്ട് വെള്ളം ഒഴിക്കണം. സിമ്പിൾ ടാസ്ക് ആണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. പിന്നെ അമ്മയ്ക്ക് നമ്മൾ ടൈമർ വെച്ചില്ല. അതെന്താന്ന് വെച്ചാ, അമ്മ പെട്ടെന്ന് ആ ടൈമിലനുസരിച്ച് അങ്ങനെ പെട്ടെന്ന് പോയ ആക്സിഡൻസ് തട്ടി അങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ട് അമ്മയ്ക്ക് നമ്മൾ ടൈമർ വെച്ചിട്ടില്ല. ഞങ്ങള് 3 പേരും ഭയങ്കര കോമ്പറ്റീഷൻ മൈൻഡുള്ള ആൾക്കാരായ കാരണം ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ടൈമർ വെക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ്സ് ആണ് നമ്മള് കൊടുക്കുന്ന ടൈം. 5 മിനിറ്റ്സിനുള്ളിൽ നീ ടാസ്ക് കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ 3 മിനിറ്റ്സ് മതി. 5 മിനിറ്റ്സ് ആർഭാടാവും. ഓക്കെ, 3 മിനിറ്റ്സിനുള്ളിൽ ടാസ്ക് കംപ്ലീറ്റ് ആക്കണം. അപ്പൊ അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ നമുക്ക് ടാസ്കിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ടൈം സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അഗി സ്റ്റാർട്ട്. അഗി നമുക്ക് 3 മിനിറ്റ് ഉള്ളൂ ടൈം. അഗി അത് മനസ്സിൽ വെച്ചിട്ട് വേണം. 12 സെക്കൻഡ് ആയി. 14 സെക്കൻഡ് ആയി. 3 മിനിറ്റ്സ് ഉള്ളൂ അഗി. ശരിക്കും ഒരു 5 മിനിറ്റ്സ് കൊടുക്കായിരുന്നു അല്ലേ നിങ്ങൾ ചേട്ടാ? ഓക്കെ, ചിലപ്പോ ഞങ്ങളുടെ നോക്കാം. അഗി സോറി. അതെ, അവനങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തോളൂ. ഇത് പ്രാർത്ഥനയുടെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് മതിയായിരുന്നു ചേട്ടാ. അപ്പൊ അജി വന്നിരിക്കുകയാണ്. അഗി പോവാണ്. ഇയാനും ഇവിടെ കമ്മിക്കാട്ടാ, കമ്മിന്ന് കളിക്കാ. ബക്കറ്റൊക്കെ മാറ്റിയില്ലേ? ബക്കറ്റില്ലാത്ത ബാത്റൂമോ? ശരിക്കും തപ്പ്. ഇതിൽ വെള്ളം ഉണ്ട്. അപ്പൊ നിന്റെ ഭാഗ്യം. പകുതി വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ പുല്ലെടുത്തോണ്ട് പോവാൻ നിന്റെ ഇഷ്ടം. വേറെ ബക്കറ്റ് ഉണ്ടോ? വേറെ ബക്കറ്റ് ഇല്ല. അല്ല, ഇതിലെ വെള്ളം തന്നെ കളഞ്ഞ് ഞാൻ തന്നെ തലമ ചവിട്ടി വീഴുന്നുണ്ട്. സപ്പോർട്ടല്ല, ചുമരും വഴിയുണ്ട്. ഒരു റൈറ്റ് ലെഫ്റ്റിലേക്ക് പോക്കോ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ രൂപം കഷ്ടപ്പെട്ട് പണിതുണ്ടാക്കിയതാണ്. എനിക്ക് അഗിയുടെ കണ്ണിനെ കുറിച്ചൊരു സംശയമുണ്ട് ഇപ്പൊ തൽക്കാലം. കാണുന്നുണ്ടോ? ടൈം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഡോർ തുറന്നിട്ടുണ്ടോ? അഗി സമയാവാറായിട്ടുണ്ട്. ഡോറൊന്നും തുറന്നിട്ടു. അഗി സമയാവാറായിട്ടുണ്ട്. 2 മിനിറ്റ് 2.25 മിനിറ്റ് ആയിട്ടാ. 2:17. ഓ, അഗി അതാ വിന്നിംഗ് പോയിന്റിലോട്ട് അടുത്തിരിക്കുകയാണ് മക്കളെ. അഗി മൂക്കൂത്തി വീഴാണ്ട് ശ്രമിക്കണം. അഗി ടൈമില്ല. 2:30 സെക്കൻഡ്സ് അല്ല 30 മിനിറ്റ്സ് ഒന്നുമില്ല.
അഗി ആ ദേ അഗി ദേ വേഗം ജസ്റ്റിനാണ് നീ തോറ്റോണ്ടിരിക്കുന്നേ. നടുവ് എവിടെയാ? എടാ നമ്മൾ ഉദ്ദേശിച്ചത് ഓക്കെ കറക്റ്റായിട്ട് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചില്ലേ? എടാ ഇത് ഓവറായിട്ട് നനയ്ക്കാൻ പാടില്ല, വാടിപ്പോ. ഓക്കെ അപ്പൊ എന്തായാലും കഴിഞ്ഞു. തെറ്റിയില്ലേ? 3 minutes കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഗൈസ് ഞങ്ങൾ ഉദ്ദേശിച്ച ചെടി ഈ നടുവിലിരിക്കുന്ന ചെടിയാണ് ഗൈസ്. ഈ നടുവിലിരിക്കുന്ന നാവ് പോലെ കണ്ണു തുറന്നോ ഏത് ചെടി ഉദ്ദേശിച്ചത്? ഈ നടുവിലത്തെ ചെടിയാണ് ഉദ്ദേശിച്ചത്. ഈ നാവ് കയറ്റി വെച്ചാണെന്നാണ് തോന്നുന്നത്. ആ ഇത് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. അല്ല അതിലൊന്നും ബക്കറ്റിൽ ഒഴിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും സമയവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം ജസ്റ്റിനെ കഴിഞ്ഞിരുന്നു. പൊള്ളുന്നുണ്ട് എന്റെ. വിശ്വസിക്കുന്നില്ല. അപ്പോൾ അഗിയും 3 minutesന് തൊട്ട് കഴിഞ്ഞിട്ടുള്ളൂ. 3 minutes 10 seconds അകത്ത് അജി ഉദ്ദേശിച്ച ചെടിക്കകത്ത് അജി ഒഴിച്ചിട്ടുണ്ട്. അപ്പോ നമുക്കതൊരു മോഡറേഷനിൽ വെക്കാം. അതായത് ഇനി രണ്ടുപേരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടല്ലോ. അവർ ചിലപ്പോൾ ടൈം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വിന്നറായിട്ട് അജി ആയിരിക്കും ഇതിനകത്ത് വരാം. അപ്പോ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിച്ചുവിന്റെ മേത്താണ്. ഐ മീൻ കിച്ചു ആണ് അടുത്ത പാർട്ടിസിപ്പന്റ് കിച്ചു ആണ്. അപ്പൊ ടാസ്ക് എന്താന്ന് നമുക്ക് പറയാം. ഇപ്പൊ 3ാമത്തെ കണ്ടസ്റ്റന്റ് വന്നിരിക്കുകയാണ്. അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല കേട്ടാ. എനിക്കൊന്നും കാണില്ല. നല്ല അഭിനയാട്ടാ. എന്ത് പറ്റി? എനിക്കൊന്നും കാണില്ല. നിങ്ങളെ വീഡിയോ 2 സൈഡിലും വെക്കേ. എന്തെങ്കിലും എനിക്ക് കാണാം. കട്ടിയിൽ കെട്ടിയാൽ മതിയായിരുന്നു. കാണുന്നുണ്ടോ? ഇല്ല. അമ്മ സത്യം ഒന്ന് വലിച്ചു കെട്ടാ. പിന്നെ വലിച്ചു കെട്ടെ. അയ്യോ അയ്യോ കണ്ണ് വല്ലാണ്ട് ടൈറ്റ് ആക്കണ്ട. കാണില്ല. ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഇവിടുന്ന് എടുത്ത എനിക്കറിയാം. ആ മൂക്ക് അങ്ങനെ നിക്കണേ. അപ്പൊ കവിള് തടിച്ചിട്ട് എനിക്ക് കാണാന്നുണ്ടായില്ലേ? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ സാധനം മാറ്റാം. കിച്ചുവിന് സ്പെഷ്യൽ ആയിട്ടൊരു സാധനം കൊടുക്കാം. നിങ്ങൾക്ക് മാത്രം 2 എണ്ണം. നിങ്ങളെന്നെ പറ. എന്നോട് പാർഷ്യാലിറ്റി കാട്ടുന്നുണ്ട്. പെരും കള്ളി ആയതുകൊണ്ടാണ് 2 എണ്ണം വെക്കുന്നത്. ഓക്കെ, മുഖം മാറ്റാം. കിച്ചുവിന് മാത്രം ഇപ്പൊ 2 എണ്ണം നമ്മൾ കൊടുക്കാണ്. ഓക്കെ, അപ്പൊ അത് സത്യമാണോ ചേച്ചി? ഓക്കെ, ഇപ്പൊ കാണില്ലല്ലോ. കാണില്ല. ലിപ്സ്റ്റിക് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോ നമുക്ക് ടാസ്ക് കൊടുക്കാൻ പോവാണ്. നമ്മള്. അപ്പോ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മിനിറ്റ് ഇതിനുള്ളൂ. രൂപക്കൂടിന്റെ അടുത്തുള്ള ഫ്രണ്ടിലിരിക്കണ മെഴുകുതിരി സ്റ്റാൻഡ് ഉണ്ട്. ആ മെഴുകുതിരി സ്റ്റാൻഡില് 3 മെഴുകുതിരി കത്തിക്കണം. അതാണ് ടാസ്ക്. ഓക്കെ, അപ്പോ നമുക്ക് ടാസ്കിലോട്ട്. അപ്പൊ ഗൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗെയിം. അപ്പോ കിച്ചൺ നമുക്കൊന്ന് കറക്കി വിടാം. കറങ്ങ് ഒരു ഊഹം വെച്ചിട്ട് നിന്റെ കറക്കല്ലേ? ഓക്കെ അപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മള് ടൈമർ ഓൺ ചെയ്തിരിക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട്. അതെ, ആ നിലവിളിക്കുന്ന കാലിനാവണ്ട നോക്കിക്കോളൂ. അത് പറയാം. കറക്റ്റ് ആയിട്ട് കൊണ്ടല്ലോ. ഇത് ഭയങ്കര എളുപ്പമായി പോയിട്ടാ. പിന്നെ രൂപ കൂടി പൊട്ടണോ നോക്കിക്കോളൂട്ടാ. ഇത് ഭയങ്കര എളുപ്പമായി പോയി. ഇത് എത്തി കറക്റ്റ്. ആ കത്തിച്ചോ. രൂപം പിടിക്കാറുണ്ടാ നീലപ്പ, അല്ലെങ്കിൽ മറിച്ചിടല്ലാം കൂടി. അപ്പൊ രൂപക്കൂടിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇതിലും എഴുതിയില്ലാത്ത മെഴുതിരികളാണോ? തിരി ഉണ്ടല്ലോ, തിരിയുമ്പോ കത്തിച്ചാൽ മതി. അപ്പൊ 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തീപ്പെട്ടി വെച്ചൊക്കെ ഇതിന് ഓർമ്മയുണ്ട് കേട്ടാ. 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ തീപ്പെട്ടി കിച്ചു കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാൻ ഫ്ലവർ 3 എണ്ണം കത്തിക്കല്ലോട്ടാ. അയ്യടാ,
3 തിരി കത്തിക്കണം. തീ കൊണ്ടുള്ള കളിയാട്ടാ. സമയത്തിന് ഇത് എനിക്ക് കഴിഞ്ഞു. ഞാൻ ജയിക്കരുതെന്ന് വിചാരിച്ചു ഞങ്ങൾ ചെയ്തൊരു ഗെയിമാന്ന് എനിക്ക് മനസ്സിലായി. കൈ കൊള്ളാണ്ട് ഭയങ്കര ധൈര്യം ആയതുകൊണ്ട് അത് ഇട്ടു. ഇത് പറ്റില്ല, വേണ്ട. അതവിടെ നിന്ന് കത്തുന്നു. 1 മിനിറ്റ് 50 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. അതല്ലേ നിനക്ക് തൊട്ടടുത്ത് തന്നെ തന്നെ സ്ഥലം. കത്തുണ്ടോ അവിടെ? ഇല്ല, കത്തില്ല. കെട്ടു. അപ്പൊ അത് 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. തോൽവി സമ്മതിച്ച് മുന്നേറാണ്. തോൽവി സമ്മതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതാ കത്തിക്കാൻ ഇല്ല, കത്തിയിട്ടില്ല. അടുത്താണ്. കറക്റ്റാണ്. കുറച്ചും കൂടെയാണ് നിക്ക്. കൈ കൊള്ളാമ്പോ വിട്ടോട്ടാ. എനിക്ക് പേടിയാവണം. ഇച്ചിരി കൂടി നീങ്ങരുത്. അത് കത്തിയാ നിങ്ങൾ എനിക്ക് ഇത് പറ്റില്ല. വേറെ കഴിയാൻ പോണ 2.5 മിനിറ്റ് ആയിരിക്കാണ്. ിന്റെ പണിയായിരിക്കട്ടെ. ഗ്യാസ് പോയി കത്തിക്കാൻ പറയുന്നത്. ഗ്യാസ് കത്തിച്ച് 1 ബക്കറ്റ് വെള്ളം 1 കപ്പ് ഇത് വെള്ളം വെക്കാൻ പറയും. അവിടെ വീഴാണ്ട് നോക്കും. അപ്പൊ അത് കെട്ടിരിക്കുകയാണ്. നിങ്ങളെ നോക്കി ഞങ്ങൾക്ക് തോക്കാൻ വേണ്ടി ചെയ്ത പോലെ ഒന്നുപോലും കത്തിക്കാതെ 10 സെക്കൻഡും കൂടെ ബാക്കിയുള്ളത്. ഇറ്റ്സ് ടൈം അപ്പ്. 3 മിനിറ്റിന് ടൈം അപ്പായി. അപ്പോ വീണ്ടും മണ്ടത്തരം കാണിച്ചുകൊണ്ട് മുന്നേറുന്നു. എന്റെ ഉൾഭാഗം എവിടെയാന്ന് നോക്കിയിട്ട് ചെയ്യും. കത്തുണ്ട കത്തിച്ചിരിക്കുകയാണ്. ജസ്റ്റ് മിസ്. തൊട്ടടുത്ത് വരെ വന്നു. പക്ഷെ ഒന്നും കത്തിക്കാതെ തോൽവി. അപ്പോ 3:27. അപ്പൊ ഗൈസ് കിച്ചന് ഒന്നും കത്തിക്കാൻ പറ്റിയില്ല. ഭയങ്കര. ഒന്നാമതിന് എനിക്ക് തീ പേടിയാണ്. സോറി. അപ്പൊ കിച്ചു അതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞാനും പിന്നെ പരാജയപ്പെട്ടില്ല. ഒരാളുകൂടെ ഉണ്ട്. അപ്പോ കിച്ചുവിന്റെ അത് കഴിഞ്ഞു. ഇനി ഇപ്പൊ അടുത്തത് എനിക്കാണ് പണി. അപ്പൊ കിച്ചു അതിനനുസരിച്ചുള്ള പണി എനിക്ക് തരുന്നാണ് പറയണേ. സോ നമുക്ക് എന്റെ പണി എന്താന്ന് നോക്കാം. ഗൈസ്, അപ്പൊ നമ്മുടെ നിഖിൽ ചേട്ടന്റെ ടാസ്ക് ഇവിടെ റെഡിയാണ്. നിഖിൽ ചേട്ടനെ കാണാൻ പറ്റുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഇല്ല, കാണാൻ പറ്റുന്നില്ലേ? സത്യമായിട്ടും പറയുമ്പോ തന്നെ പറയാനുള്ള കാണില്ലടാ. കാണില്ല. അപ്പുറത്തെ മുറിയിലോട്ട് കാണണ്ടാ? സത്യം. അപ്പൊ നിഖിൽ ചേട്ടന്റെ ഈസി ആയിട്ടുള്ള ടാസ്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തേക്ക്. നിഖിൽ ചേട്ടന്റെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ എടുത്തിട്ടുണ്ട്. അപ്പൊ നിഖിലപ്പന്റെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഞങ്ങളുടെ കാറിലേക്ക് പോവാം. അവിടെ ഒരു സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. ആ സാനിറ്റൈസർ കൊണ്ട് ജസ്റ്റ് കൈമ സ്പ്രേ ചെയ്യാം. 2 കൈമ സ്പ്രേ ചെയ്യണം. 2 കൈമ സ്പ്രേ ചെയ്യണം. 3 മിനിറ്റിനുള്ളിൽ അവിടുത്തെ സാനിറ്റൈസർ കണ്ടുപിടിച്ചിട്ട്, അതായത് സ്പ്രേയിങ് സാനിറ്റൈസർ ആട്ടോ വേണ്ടത്. സ്പ്രേയിങ് സാനിറ്റൈസർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്? കാറിൽ തന്നെ നമ്മൾ വെക്കുന്ന സ്ഥലത്തൊക്കെ വെക്കുന്ന സ്ഥലങ്ങളിൽ നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ അതാണ് 2 കാര്യം ചെയ്യണം. പിന്നെ കാറിന്റെ താക്കോൽ എവിടെയാണ് കണ്ടുപിടിക്കണം. ഓക്കെ. കാറിന്റെ താക്കോല് സാധാരണ വെക്കുന്ന സ്ഥലത്തല്ലേ? അതൊക്കെ അവിടെ തന്നെയാണ്. അതൊക്കെ നീ എന്തെങ്കിലും ചോദിക്കണേ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ നടക്കുമ്പോ ശ്രദ്ധിച്ചോളൂട്ടോ. ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിക്ക്. അപ്പോ അതെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട്. വിട് ടൈം സ്റ്റാർട്ട്. ഒന്നും തട്ടി വീഴാണ്ട് നോക്ക്. കണ്ണാട് പിടിക്കരുത്. തട്ടി വീഴാതെ നോക്ക്. പിടിച്ച ടൈമർ പിടിച്ച. സമയം നോക്കി.
സമയം അപ്പൊ നീങ്ങണില്ല 36 സെക്കൻഡ് അടിയിട്ട് അടച്ചടാ വേണ്ട. സമയം എത്രയെന്ന് പറഞ്ഞു കൊടുക്ക്. സമയം എത്രയെന്ന് പറഞ്ഞു കൊടുക്ക്. സമയം 56. അയ്യോ ഇത് ഭയങ്കര ദൂരം കൂടുതലാട്ടാ. 56 ആയിട്ടുള്ളൂ. കാലി 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 നട്ടാ എന്തായിരിക്കും? നോക്കട്ടെ, വീഴാണ്ട് നോക്കട്ടെ, തട്ടി വീഴാണ്ട് നോക്ക്. ആര് നീ മറ്റേ പാട്ട് പാടി കേറി പാട്. എന്താ ഇതേ കൊപ്ര സമയം എത്രയെന്ന് പറഞ്ഞു കൊടുക്ക. സമയം എത്രയെന്ന് പറഞ്ഞു കൊടുക്ക. സമയം 1:45. പപ്പതേ വീഡിയോയിൽ വരാൻ വേണ്ടി സൈക്കോളജിക്ക് എത്തിയിരിക്കുന്നു. ഓ സമയം 1 മിനിറ്റ് ആയിട്ടുള്ളൂ. ഓ ദുഷ്ടന്മാര് സാനിറ്റൈസർ നടപ്പ് മാത്രമേ ഉള്ളൂ. കളവന്മാര് 2.5 മിനിറ്റ് ആയ അടപ്പല്ലെങ്കിൽ ഊരി തന്നെ ഇല്ല ഇരിക്കാറ്. 2.5 ഇത്രേ ഇത് വഞ്ചതിയായി പോയിരിക്കുകയാണ്. ചൂടില്ല. 2:48 അവിടെ ഇല്ല. സമയം തപ്പിയ കിട്ടും. ശരിക്കും തപ്പിയ കിട്ടും. ശരിക്കും തപ്പിയ കിട്ടും. എന്തായാലും കിട്ടും. 2:58 3 തോറ്റു. 3 തോറ്റു. അപ്പൊ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഗെയിം ചൂറ്റിപ്പോയ കളി ആയിരുന്നു തോന്നുന്നല്ലേ? ആരും ജയിച്ചിട്ടില്ല. ഇല്ല കുഴപ്പമില്ല, ടൈമിങ് വെച്ച് നോക്കാം. സംഭവം എന്നെ ഒന്ന് പേടിപ്പിച്ചായിരുന്നു. ചിലപ്പോ 1 മിനിറ്റിൽ കളി കഴിഞ്ഞാൽ ഈ സാധനം ഇവന്റെ തൊട്ട് മുമ്പിൽ തന്നെ ഇരിക്കണ്ടായിരുന്നു. അവനതിപ്പോ തൊട്ട് തലോടിയാ പോയത്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം വെക്കുന്ന സ്ഥലങ്ങളല്ല. ഇവിടെയാണ് സ്ഥിരം വെക്കുക. ഇത് ഇവിടെ ഇരുന്നിരുന്നേ. അല്ല, ഇവിടെ സ്ഥിരം വെക്കുന്ന സ്ഥലങ്ങളല്ല. ഈ സ്ഥലത്തും അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ഡാഷ്ബോർഡിൽ ഇരിക്കാറ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് അവിടെയാണ് നോക്കുക. അപ്പൊ അതാണ് സംഭവിച്ചത്. ബാക്കി എനിക്ക് തപ്പാനുള്ള സമയം ഇത്രയും ദൂരം കഴിഞ്ഞു വന്ന കാരണം തപ്പാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇവ അറിയാതെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇവൻ ആദ്യം തന്നെ അത് കണ്ടുപിടിച്ചാണ്. ഇവൻ അതുമ്മ തൊട്ടും തലോടിയും ഒരച്ചും പോയിട്ടാണ് അടപ്പ് പോയി എടുത്തത്. ഞാൻ വിചാരിച്ചു അവൻ ജയിച്ചു, ഞങ്ങൾ പെട്ടു എന്നാ വിചാരിച്ചത്. ഞാനും ആദ്യം കാറിൽ വന്ന് നോക്കിയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യം കാറിൽ ഞാനും വന്ന് നോക്കിയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ വെക്കണതിന് മാറ്റിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതവൻ കണ്ടുപിടിച്ചായിരുന്നു. നീ അതുമ്മ തൊട്ടതാണ്. എന്താ ചെയ്യാ? അപ്പൊ അമ്മ ജയിച്ചിട്ടുണ്ട്. നമ്മള് 3 പേരും. അപ്പോ സെക്കൻഡ് ഞാൻ തന്നെയാണ്. ബാക്കി പറയാൻ പറ്റില്ല. കാരണം തേർഡ് നിഖിലപ്പൻ തെറ്റിയാണോ ഒഴിച്ചത്, ഇതിൽ തെറ്റിയാണോ ഒഴിച്ചത്. പിന്നെ കിച്ചുവിന്റെ കാര്യം പറയാ തെറ്റി ഒഴിച്ചതെന്നല്ല, എനിക്ക് പറഞ്ഞത് എനിക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല ആ സ്ഥലം. അതൊന്നാമത്തെ കാര്യം. കാരണം കണ്ണടച്ചിട്ടാണ് പറഞ്ഞത്. എന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ റിസ്കി ആയിട്ടുള്ള ടാസ്ക് ആണ് എനിക്ക് തന്നത്. തീ വെച്ചിട്ടുള്ളൊരു കളി, അത് ഇത്തിരി റിസ്ക് ഉള്ള കാര്യമാണ്. എനിക്കാണെങ്കിൽ തീ പേടിയാണ്. അത് കാരണം ഞാൻ തോറ്റു. എനിക്ക് പക്ഷെ വേറൊരു ടാസ്ക്, തീ ഇല്ലാത്തൊരു ടാസ്ക് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് 3 മിനിറ്റിനുള്ളിൽ തന്നെ കവർ ചെയ്യും. വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ടാസ്ക് ഇപ്പൊ തന്നോ. വെള്ളത്തിന്റെ കോൺഫിഡൻസ്. ഗൈസ്, അപ്പോ നമ്മുടെ ഈ മത്സരം കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് 3 പേര് ഇപ്പൊ തല്ലാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ആര് വിജയിച്ചു എന്നുള്ളതില് കൺഫ്യൂഷനായി. നിങ്ങളെ വീഡിയോ കണ്ടല്ലോ. ആദ്യം 3 പേരുടെ ആരാ ജയിച്ചു നിങ്ങൾക്ക് തോന്നണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. നിങ്ങളാണ് ഇതിലെ ജഡ്ജ്മെന്റ്. കാരണം വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഗെയിം പോയി എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത, കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത ആകെ ഒരാള് അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോ ഞങ്ങള് അമ്മയ്ക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഞങ്ങൾ 3 പേരിൽ ആരാ വിജയിച്ചത് നിങ്ങൾ കമന്റ് ചെയ്ത് പറയണം. അപ്പോ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് കിച്ചുവാണ്.
ഈ ഗിഫ്റ്റ് അവരെന്നെ തിന്നു. എനിക്കൊരു കാര്യം. ഇത് ഈ വീഡിയോ കഴിയുമ്പോ അപ്പൊ തന്നെ പൊട്ടിച്ച് ഞങ്ങളെ തിന്നു. അപ്പൊ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ, എല്ലാം ചെയ്യാ. തോറ്റ സ്ഥാനാർത്ഥി അവിടെ ഇരിക്കുന്നുണ്ട് പാവം. ജയിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. ആൾക്ക് കൺഫ്യൂഷൻ ആയി പോയി ഏതാ ചെടി എന്നുള്ള കാര്യം. അപ്പോ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ മറക്കാതെ ഞങ്ങൾ വിജയിച്ച ആരാന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറയാ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.